2 മണിക്ക് ഡോക്ടർ തോമസ് ജോർജിൻ്റെ ക്ലാസ്. ഒരു MBA കോളേജിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. 16 രാജ്യങ്ങളിൽ നിന്ന് അവിടെ ആളുകൾ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ മറ്റ് 100 ബോൾഡ് ലേഡീസ് എന്ന് പറയുന്ന ലേഡീസ് ഓൺലി ഗ്രൂപ്പ് ഈ പ്രോഗ്രാമിനോടനുബന്ധിച്ച് കുടുംബസംഗമത്തിന് എത്തുന്നുണ്ട്. വിവിധ തൊഴിൽ രംഗത്തെ ബിസിനസ് സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ഡോക്ടർ തോമസ് ജോർജുമായി നടത്തുന്നു. നല്ലൊരു സെഷനാണിത്. കാരണം നമുക്കറിയാം, ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സെഷൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയിട്ടുണ്ട് നമ്മളെ ഡോക്ടർ തോമസ് ജോർജ്. അപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു സംരംഭത്തിന് ഇറങ്ങുന്ന ആൾക്കും നിലവിലുള്ള ആളുകൾക്കും ഏറ്റവും ഉപകാരപ്രദമായ ഒരു സെഷനാണ് 2 മണിക്കുള്ള ഡോക്ടർ തോമസ് ജോർജിൻ്റെ സെക്ഷൻ. അത് കഴിഞ്ഞ് 3 മണിയാകുമ്പോഴേക്കും പാട്ടും പറച്ചിലുമായി വിനോദ് കോവൂർ, മറിമായം നമുക്കറിയാം, MIT മൂസ, വിനോദ് കോവൂർ നമ്മളുമായി നർമ്മസല്ലാപത്തിനായി എത്തുന്നു. ചോദ്യോത്തരവേള ഉണ്ട് വിനോദ് കോവൂരുമായിട്ട്. അതിനുശേഷം 5 മണിക്ക് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോഷൂട്ട് വന്ന ഈ കുടുംബ സംഗമത്തിലെ എല്ലാവരും ചേർന്ന്, കാരണം നമുക്കറിയാം വർഷങ്ങളായി പരസ്പരം ഇതുവരെ കാണാതെ പാട്ടിൻ്റെ പാലാഴി, കൺസർവേഷൻ വളണ്ടിയർ, എൻ്റെ മണക്കടവ്, PKV ജംഗ്ഷൻ, WGNC പ്രകൃതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എൻവിഷൻ, പുഞ്ചിരി, ഈ വില്ലേജ്, പ്രോഗ്രസ് കോളേജ്, നിരവധി ഗ്രൂപ്പുകളുണ്ട്. എല്ലാ ഗ്രൂപ്പിൽ നിന്നുള്ള മെമ്പർമാർ ഈ പ്രോഗ്രാമിന് വരുന്നുണ്ട്. എല്ലാവരും പരസ്പരം കാണാനും കൂടിച്ചേരാനും കിട്ടുന്ന ഒരവസരമാണ്. എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രവീന്ദ്രജാലം 2 ഡ്രീം ഷോ 2025 ഗ്രൂപ്പിലൂടെ മാത്രം പരസ്പരം ചാറ്റ് ചെയ്യുന്ന ആളുകളാണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് നേരിട്ട് കാണാനും പരിചയപ്പെടാനുള്ള അവസരമാണ് അവിടെ ഒരുക്കുന്നത്. അപ്പോൾ രാവിലെ 10 മണിയോടുകൂടി തന്നെ റൈഡേഴ്സ് ഇവിടെ എത്തും. അവർക്ക് ട്രക്കിംഗ് ആവശ്യപ്പെട്ടത് പ്രകാരം ധോണി വാട്ടർഫോൾസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടുകൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്ക് തിരിച്ച് നമ്മളിലേക്ക് എത്തുന്നു. എല്ലാവരും ഒരുമിച്ച് തന്നെ ആ റൈഡിങ്ങിൻ്റെ ഒരു സ്വീകരണം നമ്മൾ ഒരുക്കിയിരിക്കുന്നു. ഇനി 6 മണി മുതലാണ് നമ്മുടെ ഡ്രീം ഷോ എന്ന മെഗാ ഷോ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. 6 മണിക്ക് ഇടയ്ക്ക നമ്മുടെ ശിവപ്രഭ ഇടയ്ക്ക വായിക്കുന്നതോടുകൂടി ഈ പ്രോഗ്രാമിന് തിരി തെളിയുകയായി. 6:15 വെൽക്കം ഡാൻസ് വിസ്മയ വിനോദ് കോഴിക്കോട് ഒരുക്കിയിരിക്കുന്നു. 6:30 നമ്മൾ ആർക്കും പാടാൻ കുടുംബം ഒരു ചെയിൻ സോങ്ങുമായിട്ട് സ്റ്റേജിലെത്തുന്നു. ഒരു 7:30 വരെ നമ്മൾ ആ പ്രോഗ്രാം നീണ്ടു നിൽക്കുന്നു. 7:30 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഈ രവീന്ദ്രജാലം സീസൺ 2 ഇതിൽ പങ്കെടുത്ത് വിജയിച്ച വിജയികളെ വിനോദ് കോവൂരും പത്മകുമാറും ശോഭ മേഡവും ചേർന്ന് പ്രഖ്യാപിക്കുന്നു. 8 മണിയാകുമ്പോഴേക്കും നമ്മൾ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അതിലാദ്യപടി നമ്മുടെ രവീന്ദ്രൻ മാഷെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി വരദ മീഡിയ ചെയ്തിട്ടുണ്ട്. വരദ മീഡിയ ആ ഡോക്യുമെൻ്ററി പ്രകാശനം ചെയ്യുന്നത് വീഡിയോയിലൂടെ നമ്മളുമായിട്ട് സംവദിക്കുന്നു ഷാജോൺ കാര്യാലും. ലൈവ് സ്റ്റേജിൽ പത്മകുമാറും ചേർന്ന് വീഡിയോ പ്രകാശനം ചെയ്യുന്നു. മറ്റൊരു കാര്യം, വരദ മീഡിയ ഈ വർഷം മുതൽ ഒരു സംഗീത സംവിധായകനെ തിരഞ്ഞെടുത്ത് ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ വർഷം ദേവസാറിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, തമിഴിൽ നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിന് ഒരു വെൺപുറ എന്ന് പറയുന്ന സോങ്ങിലൂടെയാണ് ആദ്യമായിട്ട് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. അതിന് നിമിത്തമായ ആളാണ് ദേവസാറ്. ആ ദേവസാറിനെ ശോഭ രവീന്ദ്രൻ മേഡം ആണ് അവാർഡ് നൽകി ആദരിക്കുന്നത്. തമിഴ് സിനിമയിൽ നിന്നും മലയാള സിനിമയിൽ നിന്നുള്ള പ്രശസ്തരാണ് നമ്മുടെ ഈ വേദിയിൽ അണിനിരക്കുന്നത്. ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടി തമിഴിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ദേവസാറിൻ്റെ സുഹൃത്തുക്കളാണ് എത്തുന്നത്. നമുക്കറിയാം, വിജയുടെ സിനിമ പോക്കിരി എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ, അതേപോലെ ഇന്ദു, വസന്തകാല പറവൈ എന്നീ പടങ്ങളുടെ UK ചെന്നൈ എന്ന് വിളിക്കുന്ന KP ഉണ്ണികൃഷ്ണൻ, ചെഴിയാൻ, ലിങ്കാസ് മീഡിയ എന്നിവരാണ് ഇവിടെ എത്തുന്നത്. ദേവസാറിൻ്റെ മകൻ ശ്രീജിത്ത് അന്നത്തെ ദിവസം എത്താമെന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രോഗ്രാം കമ്മിറ്റ് ചെയ്തതുകൊണ്ടാണ്. തമിഴിലും മലയാളത്തിലുമുള്ള വിശിഷ്ട വ്യക്തികൾ അണിനിരക്കുന്ന ഈ ഒരു വലിയ പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും സഹർഷം നമ്മൾ സ്വാഗതം ചെയ്യാണ്. മറ്റൊരു കാര്യം, വരദ മീഡിയ മറ്റ് മേഖലയിൽ കഴിവ് തെളിയിച്ച വിശിഷ്ട അതിഥികളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. കേരള പോലീസിൽ നിന്നും നമ്മൾ ഇത്തവണ തിരഞ്ഞെടുത്തത് അൻഷാദ് CI ആണ്. നമുക്കറിയാം, ഒരു
കേസുമായി ബന്ധപ്പെട്ട് 2 കുട്ടികളെ ബോംബെയിൽ പോയി കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്ന് ആ കുട്ടികളെ പാലക്കാട് പഠിപ്പിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ എം പത്മകുമാറിൻ്റെ നേതൃത്വത്തിൽ അതൊരു സിനിമയായി രൂപാന്തരപ്പെട്ട് സിനിമ റിലീസിങ്ങിൻ്റെ അടുത്തുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യമാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. സതീഷ് സാറെയാണ് നമ്മൾ ഇത്തവണ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സതീഷ് സാറ് നമുക്കറിയാം, പാലക്കാട് ജില്ലയിലെ നിരവധി സ്ഥലങ്ങൾ, ചവറ് കൂനകൾ നിൽക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ വൃത്തിയാക്കി അവിടെ പാർക്കുകൾ ഉണ്ടാക്കിയിട്ട് 100 ഫീറ്റ് റോഡ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് ഓഫീസർ സതീഷ് സാറെ വരദം മീഡിയ ആദരിക്കുന്നു. മറ്റൊരു കാര്യമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സുബൈർ സാറ്. മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷനിലുള്ള സമയത്ത് ശ്രദ്ധേയമായ 3 പ്രൊജക്റ്റുകൾ, വിത്തുണ്ട എന്നുള്ള പ്രൊജക്റ്റ്, ഇപ്പോൾ അത് വിത്തൂട്ട് എന്ന പേരിൽ ഓൾ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. ആനയ്ക്ക് കാട്ടിൽ പുല്ല് നടുന്നൊരു പരിപാടി, അതല്ലാതെ മറ്റേ നമ്മുടെ അട്ടപ്പാടി ചുരത്തിൽ ആർട്ട് വർക്ക് ചെയ്തുകൊണ്ട് എമുത്തു അട്ടപ്പാടി എന്നൊരു പ്രൊജക്റ്റും സുബൈർ സാറ് നടപ്പാക്കി. അദ്ദേഹത്തെ വരദം മീഡിയ ആ കുടുംബത്തിലുള്ളവർ ആദരിക്കുന്നു. മറ്റൊരു കാര്യം, നമ്മളെ ഈ കുടുംബത്തിൽ നിന്നും ചാനലുകളിൽ മുഖം കാണിച്ച ശ്രേയക്കുട്ടി, പാർവതി, ശിവാനി, ശ്രീഹരി, മിനി ആൻറ്റിയുടെ ചെറിയ മോള്, എല്ലാവരെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. പിന്നെ ഈ പ്രോഗ്രാമായിട്ട് സഹകരിച്ച പരസ്യം തന്നവരെ നമ്മൾ മനസ്സിലാക്കുന്നു, അവരെയും നമ്മൾ ചേർത്ത് പിടിക്കുന്നു. ഇതിൽ എടുത്തു പറയത്തക്ക ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ 100 ബോൾഡ് ലേഡീസ് എന്ന് പറയുന്ന പുതിയൊരു ഗ്രൂപ്പിന് ഈ ഒരു ഗ്രൂപ്പിലൂടെ നിമിത്തമാവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രകാശനവും ആ സമയത്ത് സ്റ്റേജിൽ നടക്കുന്നു. ആ സ്റ്റേജിൽ വെച്ച് നമ്മൾ ഈ 100 ബോൾഡ് ലേഡീസിൽ തനതായ കഴിവ് തെളിയിച്ച ഉമാ പ്രേമൻ, ജോയ്സി ബിജി, റൂബി, മറ്റുള്ള കുറേ പേരെ നമ്മൾ ആ വേദിയിൽ വെച്ച് ആദരിക്കുന്നു. തുടർന്ന് DJ പ്രോഗ്രാമുണ്ട്, ഫാഷൻ ഷോ ഒരുക്കിയിട്ടുണ്ട്, വിസ്മയ വിനോദ് ഒരുക്കുന്ന ഡാൻസ് ഉണ്ട്, ഒലോക്കോട് ഡാൻസ് ട്രൂപ്പ് ഒരുക്കുന്ന ഡാൻസ് ഉണ്ട്. ഇങ്ങനെ ഈ ഓണത്തോടനുബന്ധിച്ച് ഓൾ കേരള TV ചാനലുകളിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വലിയൊരു മെഗാ ഷോ ആണ് ഒരുക്കിയിരിക്കുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെമ്പറായിട്ട് എന്നെ ചേർത്തവരുണ്ട്, ഞാൻ ചേർത്തവരുണ്ട്. എല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷെ ഒരു നിർബന്ധം മാത്രമുണ്ട്, വരുന്നവർ മുൻകൂട്ടി പേര് തന്ന് രജിസ്ട്രേഷൻ ചെയ്ത്, നിങ്ങൾക്ക് ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ ഭക്ഷണത്തിനുള്ള 500 രൂപ അത് നിങ്ങൾ അടയ്ക്കാൻ തയ്യാറാവണം. അതല്ല, ഭക്ഷണം ആവശ്യമില്ലെങ്കിൽ വൈകിട്ട് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഈ പ്രോഗ്രാമിൽ വൈകിട്ട് 6 മണിക്ക് പങ്കെടുക്കാനുള്ള പാസ് വേറെയാണ്. പാസ് മുഖാന്തരം നമ്മൾ ഈ പ്രോഗ്രാം നിയന്ത്രിച്ചിട്ടുണ്ട്. രാവിലെ വരുന്നവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫോട്ടോഷൂട്ടും ഈ പറയുന്ന ക്ലാസ്സുകളും എല്ലാം തികച്ചും സൗജന്യമാണ്. മത്സരാർത്ഥികൾക്ക് 1000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. അവർക്ക് എക്സ്ട്രാ ഒരു PDF അവരുടെ പ്രൊഫൈൽ നമ്മൾ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്. ആ പ്രൊഫൈൽ ഉപയോഗിച്ച് അവർക്ക് ഇനിയുള്ള മത്സരങ്ങളിലും എല്ലാ പ്രോഗ്രാമുകളിലേക്കും ആ PDF പ്രൊഫൈൽ അയച്ചു കൊടുക്കാവുന്നതാണ്. തുടർന്ന് ഈ സ്റ്റേജിൽ തന്നെ വെച്ച് നമ്മൾ ഡിസംബറിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് സൂര്യകിരീടം എന്ന പ്രോഗ്രാമിൻ്റെ ലോഗോ കൂടി ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുന്നു. ഈ ഒരു ദിവസത്തെ സംഗീത പരിപാടിയിലേക്ക് വരുമ്പോൾ, ലീഡ് കോളേജിലേക്ക് വരുമ്പോൾ, ഇവിടെ കിളികളും മറ്റ് ജീവികളും നിങ്ങൾക്കിവിടെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഫാമുണ്ട്. ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. രജിസ്ട്രേഷൻ ചെയ്യേണ്ട നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ സീറ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പാക്കുക. മെഹഫിൽ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഞാനുണ്ട്, ശ്രീരാഗസാഗരം എന്ന് പറയുന്ന ഗ്രൂപ്പിലുണ്ട്, ട്രോമ കെയർ സൊസൈറ്റി, കാട്ടുതീ ജനകീയ പ്രതിരോധ സേന, PHS ഗ്രൂപ്പ്, സിവിൽ ഡിഫൻസ്, ക്രിട്ടിക്കൽ കെയറിലുള്ള സുഹൃത്തുക്കളെയും ഒരുപാട് ഗ്രൂപ്പുകളിലുണ്ട്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും, പരസ്പരം ഇതുവരെ കാണാത്ത ഒരുപാട് പേര് ഉണ്ട്, അവരെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും വരുന്നതിന് മുൻപ് ഒറ്റ കാര്യം മാത്രം, മുൻകൂട്ടി ഈ നമ്പറിൽ
രജിസ്റ്റർ ചെയ്ത് മാത്രം വേണം വരാൻ. താങ്ക് യു.